ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചീരക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതായത് ചീരവർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഉപ്പിട്ടിട്ട് 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്യുക. വെജിറ്റബിൾസ് ആയിക്കോട്ടെ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളീസ് കൂടുതലായിട്ടും ഈ ഒരു ചീരയെക്കുറിച്ച് അറിയാൻ ചാൻസ് കുറവാണ്. ഇതൊരു ബംഗാളി ഡിഷാണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതേ മലബാർ ചീര അല്ലെങ്കിൽ പുയിസാഗ്, ബംഗാളികൾ ഇതിനെ പുയിസാഗ് എന്ന് പറയാം. കൊൽക്കത്തയിലൊക്കെ ഇതിന് ഭയങ്കര ഡിമാൻഡാട്ടോ. മീൻസ് അവർ കൂടുതലും ബംഗാളീസ് കഴിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മളിന്ന് പുയിസാഗ് അല്ലെങ്കിൽ നമ്മുടെ മലബാർ ചീര കൊണ്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മലബാർ ചീര നന്നായിട്ട് ഉപ്പിട്ട് 2 തവണ കഴുകിയതാണ് കേട്ടോ. ആദ്യം വെള്ളത്തിൽ കഴുകി പിന്നെ ഉപ്പിട്ടിട്ടും കഴുകി കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ, പിന്നെ തക്കാളി, അതുപോലെ തന്നെ മത്തങ്ങ, പിന്നെ ഈ മലബാർ ചീരയുടെ തണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള തണ്ടാണ് ഈ തണ്ട്. പിന്നെ നമ്മൾ മധുരക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ മലബാർ ചീര കൊണ്ട് ഒരു സബ്ജി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കണ്ടു നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ മലയാളീസ് ഇത് എത്രത്തോളം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ബംഗാളി ഡിഷാണ്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഗുണങ്ങൾ, നമുക്ക് ആരോഗ്യത്തിന് നല്ല ഒരു ചീരയാണ്. നല്ലൊരു ഇതാണിത് പുയിസാഗ് അല്ലെങ്കിൽ മലബാർ ചീര എന്ന് പറയും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതാണ് ജീരകം, പെരിഞ്ജീരകം, കടുക്, ഉലുവ, അയമോദകം, അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന മുളക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളും കൂടി മാത്രം മതി. നമ്മുടെ ഒരു വറ്റൽമുളക് എടുത്തേക്കണം. പിന്നെ ഒരു നുള്ള് പെരിഞ്ജീരകം, അതേപോലെ എല്ലാം കുറച്ച് എടുത്തേക്കണത്. പിന്നെ ജീരകം, കടുക്, ഉലുവ, പിന്നെ കുറച്ച് അയമോദകം, ഇത്രയും മതി. ഇതും ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ പുയിസാഗ് മലബാർ ചീര, പിന്നെ നമ്മുടെ കുറച്ച് പച്ചക്കറികൾ, പിന്നെ നമ്മുടെ ഇത്രയും മതി നമ്മുടെ സബ്ജിയിലേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മലബാർ ചീര ഇതുപോലെ അരിയണം കേട്ടോ. അതായത് നമ്മൾ സാധാരണ ചീര അരിയണ പോലെ നൈസായിട്ട് അരിയരുത്. ഇത്ര ഒരു ഇതിൽ വേണം അരിയാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അയമോദകം, ജീരകം, പെരിഞ്ജീരകം, ഉലുവ, കടുക്, പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. കടുക് പൊട്ടുന്ന സൗണ്ടിലേക്കുണ്ട്. ഒന്നുകൂടി പറയാം: അയമോദകം, കടുക്, ജീരകം, പെരിഞ്ജീരകം, ഉലുവ, പിന്നെ നമ്മുടെ വറ്റൽമുളക്. അപ്പോൾ കടുകൊക്കെ ഒന്ന് നല്ല പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ, നമ്മുടെ മത്തങ്ങ, അതുപോലെ തന്നെ നമ്മുടെ മലബാർ ചീരയുടെ തണ്ട്, പിന്നെ വഴുതനങ്ങ, മധുരക്കിഴങ്ങിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പിടുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലാത്തിലും പിടിക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കണം കേട്ടോ. ഒരു നുള്ള് വെള്ളം ഒഴിക്കും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു നുള്ള് വെള്ളം ചേർക്കുക കേട്ടോ. ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് വെള്ളം ഒഴിക്കും. എന്നിട്ട് അടച്ചു. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന്, ഒരുപാട് വെന്തിട്ടില്ല, എന്നാൽ മീഡിയത്തിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മലബാർ ചീര അരിഞ്ഞത് ചേർക്കുക കേട്ടോ. ഒരുപാട് ഉടയാൻ പാടില്ല കേട്ടോ. ഉടയുന്നതിന് മുമ്പ് വെജിറ്റബിൾസ് ഒരു മീഡിയം ഇതിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. മലബാർ ചീര അല്ലെങ്കിൽ പുയിസാഗ്. എന്നിട്ട് അടച്ചു വയ്ക്കും. അപ്പം നമ്മൾ ചീരയും വെജിറ്റബിൾസും നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. ഈ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴുവഴുന്നെ ടൈപ്പുള്ള ചീരയാണ്. നമ്മൾ സാധാ ചീര പോലത്തെ ചീരയല്ല. പിന്നെ തണ്ടാണെങ്കിൽ നല്ല ഹാർഡാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്.
അപ്പോൾ ഒരു നുള്ള് പഞ്ചസാരയും കൂടി നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അത് വേണം നിർബന്ധമല്ല, നമ്മൾ ഇട്ട് കൊടുക്കണതാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഇട്ടാൽ ഒരിത്തിരി ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതാണ് മമ്മി പറയണത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാവുക. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തു, ചീരയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോമിലാണ് കേട്ടോ നമ്മുടെ സബ്ജി. അപ്പോൾ നമ്മുടെ മലബാർ ചീര സബ്ജി അല്ലെങ്കിൽ പുയിസാഗ് സബ്ജി, നമ്മുടെ ബംഗാളീസൊക്കെ കൂടുതൽ കഴിക്കുന്ന നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.